നമ്മളിൽ പലർക്കുള്ളൊരു സംശയമാണ് പുഷും പുള്ളുള്ള ഡിഫറൻസ് എന്താണെന്ന്. എത്ര ഓർത്ത് വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മളിത് മറന്നു. പ്രത്യേകിച്ച് ഒരു നോർമലി പുഷും പുള്ളും കാണുമ്പോൾ നമ്മളെ മനസ്സിക്ക് ഫസ്റ്റ് വരെ എന്താ പറയുക, ഇതിപ്പോൾ ഇനി തള്ളാനാണോ വലിക്കാനാണോന്ന് എത്ര ഓർത്ത് വെക്കാൻ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ മറന്നു പോകും. നമ്മൾ പുഷ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ആദ്യം തള്ളി നോക്കും, തള്ളിയിട്ട് പോണില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വലിച്ചു നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും ഈ പുഷും പുള്ളും നമ്മളെ മാർക്കറ്റിങ്ങിലും ഉണ്ട്. അതായത് പുഷ് മാർക്കറ്റിംഗ് എന്നും പറയും, പുൾ മാർക്കറ്റിംഗ് എന്ന് പറയും. ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്താ അറിയോ? പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ തള്ളുക എന്നാണ്. അപ്പോൾ പുഷ് മാർക്കറ്റിംഗ് എന്താവും? തള്ളുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആ തള്ളല്ല. പുഷ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാൻഡ് എന്താണ് നമ്മൾ ആളുകളിലേക്ക് തള്ളിക്കൊടുക്കുക, അതായത് പറഞ്ഞു കൊടുക്കുക. അങ്ങോട്ടേക്ക് നമ്മൾ പറയുകയാണ് നമ്മളെ ബ്രാൻഡ് ഇന്നതാണ്, നമ്മുടെ സർവീസ് ഇന്നതാണ്. ആ കാര്യങ്ങളാണ് പുഷ് മാർക്കറ്റിംഗ്. അതിനെ നമുക്ക് ഡിസ്പ്ലേ ആഡ്സ് ആയിട്ട് പറയാൻ പറ്റും, പെയ്ഡ് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഈ പെയ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ ഒരുപാട് ആഡുകൾ കാണുമല്ലോ, സ്പോൺസേഡ് ആഡുകളായിട്ട് വരുന്ന കുറേ ആഡുകളൊക്കെ ഉണ്ടാവും. ഈ ആഡുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുകയാണ് ആ ആഡുകൾ. അപ്പോൾ ആ ആഡുകൾ എന്താ വെച്ചാൽ ഒരു പർട്ടിക്കുലർ പീരീഡിലാവും ചിലപ്പോൾ നമ്മൾ ആ ആഡ് അങ്ങനെ റൺ ചെയ്യുക. അതങ്ങനെ ചെയ്യുന്നത് ആ ഒരു സമയത്തുള്ള നമ്മുടെ ഏതെങ്കിലും ഒരു സർവീസ് കാണിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് എന്താണെന്ന് ആളുകളിലേക്ക് എത്തിക്കാനോ നമ്മൾ ചെയ്യുന്ന ഒരു പെയ്ഡ് മാർക്കറ്റിംഗ് ആണ്. അതാണ് പുഷ് മാർക്കറ്റിംഗ് പറയുന്നത്. നമ്മുടെ ബ്രാൻഡ് എന്താണെന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. പുൾ മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് വരിക ചെയ്യുക. ഇപ്പോൾ അതായത് കസ്റ്റമേഴ്സ് നമ്മുടെ ബ്രാൻഡ് മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മുടെ സർവീസിൻ്റെ ക്വാളിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരിക ചെയ്യുക. മറ്റേത് അങ്ങോട്ട് കൊടുക്കുകയാണ്, നമ്മൾ ഇത് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുക. അതായത് അവർ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചോ നമ്മുടെ സർവീസിനെ കുറിച്ചോ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളാണ് ദ ബെസ്റ്റ് എന്ന് അവർക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കുക. അത് നമുക്ക് SEO ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ആഡ്സ് ചെയ്യാൻ പറ്റും, വ്ളോഗുകൾ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയാലോ, നമ്മൾ വ്ളോഗുകളൊക്കെ ഒരുപാട് വ്ളോഗേഴ്സിനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡിൽ നമ്മുടെ സർവീസ് കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആളുകൾ ഇങ്ങോട്ട് തേടി വരും നമ്മുടെ മാർക്കറ്റിംഗ്. അതായത് അതൊരു തരം ടെക്നിക്കാണ്, ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. ആളുകൾ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെക്കുക. അതാണ് പുൾ മാർക്കറ്റിംഗ്, മറ്റേതാണ് പുഷ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇനി മറക്കണ്ട, പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളുക, പുള്ളെന്ന് പറഞ്ഞാൽ വലിക്കാം. ഇത് മാർക്കറ്റിങ്ങിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. മറ്റേത് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ, അതായത് പുഷ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് തള്ളുക, പുള്ളെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വലിക്കുക. ഇത് ആക്ച്വലി മാർക്കറ്റിങ്ങിൽ വരുമ്പോൾ വലിക്കുക എന്നല്ല, ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്ത് വരിക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കെൻമി ഡിജിറ്റൽ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.